ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ടേബിളിനെ ഫോർമാറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫോർമാറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടേബിൾ സൈസ്, ഫോണ്ട് സൈസ്, ടേബിൾ കളർ അങ്ങനെയുള്ള ഓപ്ഷൻസാണ്. അതിനായി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് ടാബിലേക്ക് പോവുക. അവിടെ വാല്യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ വാല്യൂ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് സൈസ്, ടെക്സ്റ്റ് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെയുള്ള സെറ്റിങ്സൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. ടൈറ്റിൽ ഒഴികെയുള്ള എല്ലാ ടെക്സ്റ്റും ഈ ഒരു സെറ്റിങ്സിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ടേബിളിൻ്റെ ടൈറ്റിൽ മാറ്റാൻ അഥവാ കോളം ഹെഡേഴ്സ് മാറ്റാൻ വേണ്ടി മുകളിൽ അതിൻ്റെ വാല്യൂസ് എന്നുള്ളതിൻ്റെ തൊട്ട് മുകളിലായി കോളം ഹെഡേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു കോളം ഹെഡേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ടൈറ്റിലിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും മാറ്റാവുന്നതാണ്. കോളം ഹെഡേഴ്സ് ഫോർമാറ്റ് ചെയ്തതിനു ശേഷം അതിന് തൊട്ട് മുകളിലായി ഗ്രിഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും ആ ഒരു ടേബിളിൻ്റെ ഗ്രിഡ് പ്രോപ്പർട്ടീസ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതായത് വെർട്ടിക്കൽ ഗ്രിഡ് കളർ, വെർട്ടിക്കൽ ഗ്രിഡ് തിക്നെസ്, വെർട്ടിക്കൽ ഗ്രിഡ്, അതായത് വെർട്ടിക്കലായി നമുക്കവിടെ ഓരോ കോളംസും സെപ്പറേറ്റ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും ഈ ഒരു വെർട്ടിക്കൽ ഗ്രിഡ് ഉപയോഗിച്ച്. ഇനി നിങ്ങൾക്ക് ഈ ടേബിളിൻ്റെ പ്രോപ്പർട്ടീസ് ഓരോന്നായി മാറ്റുന്നതിന് പകരം മുഴുവനായി ആ ടേബിളിൻ്റെ സ്റ്റൈൽ മാറ്റാൻ വേണ്ടി സ്റ്റൈൽ എന്നുള്ളൊരു ടാബ് ഇതിന് മുകളിലായി കാണാൻ സാധിക്കും. അവിടെ ഡീഫോൾട്ടാണ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ആവശ്യമായ സ്റ്റൈൽ അവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടേബിളിന് നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെയായി ടൈറ്റിൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ആ ഒരു ബട്ടൺ ഓൺ ചെയ്തതിന് ശേഷം ടൈറ്റിൽ ടെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ സൈസ്, ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ പ്രോപ്പർട്ടീസ് അവിടെ നിന്ന് തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഈ ടേബിളിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത്.